ദൈവങ്ങളെ അവരുപയോഗിക്കുന്നത് കൊള്ള നടത്താനും ജനങ്ങളെ വിഭജിച്ച് വോട്ട് നേടാനും വേണ്ടി മാത്രമാണ്. കൊള്ള നടത്താനും ജനങ്ങളെ വിഭജിക്കാനുമാണ് BJP ദൈവങ്ങളെ ഉപയോഗിക്കുന്നത്. അയോധ്യയിലെ രാമക്ഷേത്ര ഫണ്ട് കൊള്ളയിലെ യഥാർത്ഥ പ്രതികളെ പിടികൂടാൻ സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അന്വേഷണം വേണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. UP സർക്കാരിന്റെ SIT അന്വേഷണം വെറുമൊരു പ്രഹസനമാണ്. അത് ശരിയായ ദിശയിലല്ല. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്ഷേത്രക്കൊള്ളയാണിത്. വിശ്വാസികളുടെ പണമാണ് കൊള്ളയടിക്കപ്പെട്ടത്. കേന്ദ്ര സർക്കാർ നിയമിച്ച ട്രസ്റ്റ് ഭാരവാഹികളുടെ അറിവോടെയാണ് ഈ കൊള്ള നടന്നത്. തെളിവുകൾ നശിപ്പിക്കാനായി CCTV ദൃശ്യങ്ങൾ മനഃപൂർവ്വം മായ്ച്ചു കളഞ്ഞതും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ചതും വ്യക്തമായ തെളിവുകളാണ്. തട്ടിപ്പ് നടത്തിയ ട്രസ്റ്റിനെ ഇതുവരെ പിരിച്ചുവിട്ടില്ല. കുറ്റവാളികളെ സംരക്ഷിക്കുകയാണ് BJP ഭരിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. കോടിക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തെ വഞ്ചിച്ച ഈ വലിയ അഴിമതിയിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പാലിക്കുന്ന മൗനം കുറ്റവാളികൾക്കുള്ള മൗനാനുവാദമാണ്. സർക്കാരിന് ഒന്നും മറച്ചുവെക്കാനില്ലെങ്കിൽ സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ എന്തുകൊണ്ടാണ് അവർ തയ്യാറാകാത്തത്? ഈ മാസം 20-ന് ആരംഭിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ കോൺഗ്രസ് ഈ വിഷയം ശക്തമായി ഉന്നയിക്കുകയും പ്രധാനമന്ത്രിയുടെ മറുപടി ആവശ്യപ്പെടുകയും ചെയ്യും. ഭക്തിയുടെ പേരിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഈ അഴിമതി ഭരണകൂടത്തിനെതിരെ കോൺഗ്രസ് രാജ്യമൊട്ടാകെ ശക്തമായ പോരാട്ടം തുടരും. കൊള്ള നടത്താനും ജനങ്ങളെ വിഭജിക്കാനുമാണ് BJP ദൈവങ്ങളെ ഉപയോഗിക്കുന്നത്. ഇത്രയും കാലം അയോധ്യ വിഷയം BJP തെരഞ്ഞെടുപ്പുകൾക്ക് ഉപയോഗിച്ചത് അതിന് തെളിവാണ്. അയോധ്യയ്ക്ക് പുറമെ ബദ്രീനാഥിലും കേദാർനാഥിലും സമാനമായ അഴിമതി ആരോപണങ്ങളാണ് ഉയരുന്നത്. BJP ഭരണത്തിന് കീഴിൽ ക്ഷേത്രങ്ങൾ എങ്ങനെ കൊള്ളയടിക്കപ്പെടുന്നു എന്നതിന്റെ നേർചിത്രമാണിതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. കൊള്ള നടത്താൻ അനുവാദം കൊടുക്കുകയും അതിന് എല്ലാവിധ പ്രേരണ ശക്തിയുമായത് അവിടുത്തെ ട്രസ്റ്റ് ഭാരവാഹികൾ തന്നെയാണ്. ആരാണ് ട്രസ്റ്റ് ഭാരവാഹികൾ? ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ട് മേൽനോട്ടം വഹിച്ച് നിയമിച്ചിട്ടുള്ള ആളുകളാണ് ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ. ഇത്രയും വലിയ കൊള്ള നടന്നിട്ടും പ്രധാനമന്ത്രി മൗനമാണ്. ഒരക്ഷരം വേണ്ടിയിട്ടില്ല. ഇന്ത്യയിലെ കോടാനുകോടി ഭക്തജനങ്ങളെ മനസ്സിനെ ഏറ്റവും വേദനിപ്പിച്ച അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പോലും അതിൻ്റെ നടത്തിപ്പുകാർ തന്നെ നേരിട്ട് മുൻകൈയിട്ട് നടത്തുന്ന ഈ കൊള്ള കണ്ടിട്ട് ആളുകൾ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. പ്രൈം മിനിസ്റ്റർക്ക് മിണ്ടാട്ടമില്ല, ഒരക്ഷരം മിണ്ടുന്നില്ല, ഹോം മിനിസ്റ്റർ മിണ്ടുന്നില്ല. കുറ്റവാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന ഏർപ്പാടിലാണ് കേന്ദ്ര സർക്കാർ ഉള്ളത്, സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ. അപ്പോൾ ഇത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദന ഉണ്ടാക്കുന്നതാണ്. ഇത് കേവലം ഒരു കൊള്ള മാത്രമല്ല, ഇത് വിശ്വാസത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണമാണ് നടന്നിരിക്കുന്നത്, അയോധ്യയിൽ നടന്നിരിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ വിഷയമായിട്ടല്ല കോൺഗ്രസ് കാണുന്നത്. നമുക്കറിയാം, അയോധ്യ എന്ന് പറയുന്നത് അവർക്ക് രാഷ്ട്രീയ വിഷയമാണ്. അതിൻ്റെ പേരിലാണ്, രാമജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ പേരിലാണ് കഴിഞ്ഞ 10-35 കൊല്ലമായിട്ട് BJPയും RSS ഒക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അവരുടെ എല്ലാ ബേസും അതിൻ്റെ ഭാഗമാണ്. ഇലക്ഷൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മൾ ശബരിമലയിൽ ഇത്രയും പ്രശ്നം ഉണ്ടായപ്പോൾ ഞങ്ങൾ ഇതേപോലെ ഉന്നയിച്ചതാണ്, ജനങ്ങൾ ചർച്ച ചെയ്തതാണ്. അതിനേക്കാൾ ഭീകരമാണിപ്പോൾ രാമക്ഷേത്രത്തിൽ നടന്നിരിക്കുന്ന കൊള്ള. അപ്പോൾ അതിൽ മൗനം പാലിക്കുക എന്ന് പറയുന്നത് കള്ളന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അവർക്ക് വേണ്ടി നിലകൊള്ളുന്നതിന് വേണ്ടിയിട്ടാണ് എന്നതിന് സംശയമില്ല. ഇവർ യഥാർത്ഥ വിശ്വാസികളല്ല. ഇവർ ഹിന്ദുക്കളുടെ പേരിൽ കൊള്ളയടിക്കാനും അതുപോലെ ജനങ്ങളെ വിഭജിച്ച് അത് വോട്ട് നേടാൻ വേണ്ടി നിൽക്കുന്നവർ മാത്രമാണ്. ഇവിടെ വിശ്വാസത്തിൻ്റെ പൊള്ളയാണ് വിളിച്ചു തരുന്നത്. അയോധ്യ മാത്രമല്ല, ഇപ്പം നമ്മുടെ ബദ്രീനാഥിലും ഇതേപോലുള്ള ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ്, കേദാർനാഥിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതെല്ലാം BJP നയിക്കുന്ന സർക്കാർ നിയന്ത്രിക്കുന്ന ക്ഷേത്രങ്ങളാണ്. ക്ഷേത്രങ്ങൾ കൊള്ളയടിപ്പിക്കപ്പെടേണ്ടതാണോ? അവർ സമാധാനം പറയണം. അതിനു വേണ്ടിയാണോ അവർ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നത്? ഞങ്ങളെല്ലാം വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നത് വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ്, ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടാണ്. ഇത് കൊള്ളയടിക്കാനും ജനങ്ങളെ വിഭജിക്കാൻ, ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ളത്, ഇതൊക്കെ കൊണ്ടുവന്ന് സത്യത്തിൽ ദൈവം ആഗ്രഹിക്കാത്തത് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ദൈവത്തെ ഉപയോഗിക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള വ്യാപകമായിട്ടുള്ള പ്രചരണവും ചോദ്യം ചോദിക്കലും കോൺഗ്രസ് നടത്തും.